സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്യാംസ്. സെക്കൻഡ് മൊഡ്യൂളിലെ പകുതിയിൽ നമ്മൾ ക്യാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിലെ പകുതിയിൽ നമ്മൾ ആ ക്യാംസിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ക്യാമ്പ് പ്രൊഫൈൽ പോലുള്ള കാര്യങ്ങൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ തേർഡ് മൊഡ്യൂൾ ഈസ് ദ നെക്സ്റ്റ് പോർഷൻ ഈസ് ക്യാം. സോ ക്യാം എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ക്യാം? ക്യാം എന്ന് പറയുമ്പോൾ ക്യാം എന്ന് മാത്രമല്ല പറയുന്നത്, ക്യാം ആൻഡ് ഫോളോവർ എന്നാണ് പൊതുവേ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എ ക്യാം ഈസ് എ റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻറ്റ് വിച്ച് ഗീവ്സ് റെസിപ്രോക്കേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മോഷൻ ടു അനദർ എലമെൻറ്റ് നോൺ ആസ് എ ഫോളോവർ. സോ ക്യാം എന്ന് വെച്ചാൽ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു കറങ്ങുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഗീവ്സ് എ റെസിപ്രോക്കേറ്റിംഗ് ഓർ ഓസിലേറ്റിംഗ് മോഷൻ ടു ദ ഫോളോവർ. ഒരു ഫോളോവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിന് ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ് ക്യാം. ക്യാം മെക്കാനിസമൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ ഈ ക്യാം കറങ്ങുന്നതിനനുസരിച്ച് ഈ ഫോളോവർ എന്നുള്ള ഒരു വസ്തുവിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് മോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഒരു എക്സാമ്പിൾ നമ്മുടെ ഓട്ടോമൊബൈൽസിനകത്തെ നമ്മുടെ ഓവർ ഹെഡ് വാൽവ്, ഇതൊരു എക്സാമ്പിളാണ്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് നോക്കിയാൽ എന്ത് സംഭവിക്കും? ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതാണ് ഫോളോവർ. ഈ ഫ്ലാറ്റായിട്ട് കാണുന്ന ഇതാണ് ഫോളോവർ, എഴുതിയിട്ടുണ്ട് ക്യാം ഫോളോവർ. സോ ക്യാം ഫോളോവർ എപ്പോഴും കോൺടാക്റ്റിലായിരിക്കും ഇരിക്കുന്നത്. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോളോവർ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. സോ ഫോളോവറിൻ്റെ മോഷൻ അനുസരിച്ച് ഈ റോക്കർ ആമും നീങ്ങിക്കൊണ്ടിരിക്കും. ഈ റോക്കർ ആം നീങ്ങുന്നതനുസരിച്ച് ഇവിടുത്തെ വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. സോ ഈ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾസിനകത്തെ ഇൻലെറ്റ് വാൽവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ വാൽവ് ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എയർ ഫ്യൂവൽ മിക്സ്ചർ സിലിണ്ടറിനകത്തോട്ട് എൻ്റർ ചെയ്യും. വാൽവ് ക്ലോസ് ആകുമ്പോഴത്തേക്കും ആ എയർ ഫ്യൂവൽ മിക്സ്ചർ സിലിണ്ടറിനകത്ത് കംപ്രസ് ആകും. സോ അങ്ങനെ ഈ വാൽവിൻ്റെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസമാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ക്യാം ആൻഡ് ഫോളോവറിൻ്റെ ആപ്ലിക്കേഷനാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ വാൽവ് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും എൻജിൻ സിലിണ്ടറിനകത്തെ വാൽവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ ഈ ക്യാം ആൻഡ് ഫോളോവർ മെക്കാനിസം വെച്ചാണ് നോർമലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇത് ക്യാം ആൻഡ് ഫോളോവറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ ടു ആൻഡ് ഫ്രോ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? സോ ക്യാമിന് ഒരു റൊട്ടേറ്റിംഗ് മോഷനാണ്, ഫോളോവറിന് ഒരു ടു ആൻഡ് ഫ്രോ മോഷനും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഓസിലേഷൻ മോഷനും ചിലപ്പോൾ സംഭവിക്കും. ഓക്കെ, സോ അതാണ് ക്യാം ആൻഡ് ഫോളോവറിനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. ദ ക്യാം ആൻഡ് ഫോളോവർ ഹാസ് എ ലൈൻ കോൺടാക്ട് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹയർ പെയർ. ദ ക്യാംസ് ആർ യൂഷ്വലി റൊട്ടേറ്റഡ് അറ്റ് എ യൂണിഫോം സ്പീഡ് ബൈ എ ഷാഫ്റ്റ്. സോ ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്ത കാര്യമാണ്. ക്യാം ഫോളോവർ ശരിക്കും പറഞ്ഞാൽ അത് തമ്മിലൊരു ലൈൻ കോൺടാക്റ്റാണ് നോർമലി വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ ക്യാമിൻ്റെ ഈ സർഫസും ഈ ഫോളോവറിൻ്റെ സർഫസും തമ്മിൽ നമ്മൾ അതിൻ്റെ കോൺടാക്റ്റ് ശരിക്കുള്ള ഒരു ക്യാമിൻ്റെ ഫോളോവറിൻ്റെ കോൺടാക്റ്റ് നോക്കുവാണെങ്കിൽ ഒരു ലൈൻ പോകുന്ന രീതിയിൽ ഒരു ലൈൻ കോൺടാക്റ്റ് മാത്രമേ അവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരു സർഫസ് കോൺടാക്റ്റ് ഒന്നുമല്ല, ഒരു ലൈൻ കോൺടാക്റ്റ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു ഹയർ പെയർ എന്നാണ് നമ്മൾ പറയുന്നത്. മാത്രമല്ല, ദ ക്യാംസ് ആർ യൂഷ്വലി റൊട്ടേറ്റഡ് അറ്റ് യൂണിഫോം സ്പീഡ് ബൈ ദ ഷാഫ്റ്റ്. ഈ ക്യാമിന് എപ്പോഴും ഒരു യൂണിഫോം സ്പീഡായിരിക്കും. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ക്യാം ഷാഫ്റ്റുണ്ട്. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ക്യാം റൊട്ടേറ്റ് ചെയ്യും. സോ ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിഫോം സ്പീഡിലായിരിക്കും ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ദ ക്യാം ആൻഡ് ഫോളോവർ ഹാസ് എ ലൈൻ കോൺടാക്റ്റ്. അത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ദ ഫോളോവർ മോഷൻ ഈസ് പ്രീ ഡിറ്റർമിൻഡ് ആൻഡ് വിൽ ബി അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ ക്യാം. സോ നമ്മളൊരു മെക്കാനിസം നമുക്ക് അറിയാം, നമ്മൾ ഇങ്ങനൊരു ക്യാം മെക്കാനിസം ഇങ്ങനത്തെ ഒരു ഫോളോവറും ഡിസൈൻ ചെയ്താൽ മാത്രമേ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാം നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണണം. നമ്മുടെ ക്യാം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഈ ഷേപ്പിലുള്ള ക്യാം ഇങ്ങനെ കറങ്ങുമ്പം ഈ ഒരു ഫോളോവറിനെ തട്ടുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ് കിട്ടും എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ക്യാം ഫോളോവർ ഡിസൈൻ ചെയ്യുന്നത്. സോ നമ്മുടെ റിക്വയർമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ക്യാമും ഫോളോവറും ഡിസൈൻ ചെയ്യാൻ. ഉദാഹരണത്തിന് ഈ വാൽവ് നമുക്കറിയാം, ഈ റോക്കറാം താഴുമ്പോഴത്തേക്കും ഈ വാൽവ് താഴോട്ട് മൂവ് ചെയ്യും, അപ്പം ഇത് ഓപ്പൺ ആവും അല്ലേ. സോ പിന്നെ അതിനുശേഷം എന്ത് സംഭവിക്കും?
ഈ റോക്ക് റാം മുകളിലോട്ട് സ്പ്രിംഗ് ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുമ്പോൾ റോക്ക് റാം മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പോഴത്തേക്കും ഈ വാൽവ് ക്ലോസ് ആവും. സോ നമ്മുടെ ക്യാം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ എത്രത്തോളം ഫോഴ്സ് കൊടുത്താലാണ് ഈ വാൽവ് താഴോട്ട് മൂവ് ചെയ്യുന്നത്, അത്രത്തോളം ഫോഴ്സ് ഇവിടെ ക്യാം റൊട്ടേറ്റ് ചെയ്ത് ഫോളോവറിനെ മുകളിലോട്ട് തള്ളണം അല്ലേ. സോ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ക്യാമും ഫോളോവറും ഡിസൈൻ ചെയ്യാൻ. സോ അതാണ് പറയുന്നത്, ദ ഫോളോവർ മോഷൻ ഈസ് പ്രീ ഡിറ്റർമിൻഡ് ആൻഡ് വിൽ ബി അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ ക്യാം. ഈ ക്യാമിൻ്റെ ഷേപ്പും അനുസരിച്ച് നമ്മൾ ഈ ഫോളോവർ മോഷൻ നേരത്തെ മുൻകൂട്ടി ഡിറ്റർമിൻ ചെയ്യണം. സോ അങ്ങനെ ഡിറ്റർമിൻ ചെയ്താണ് നമ്മൾ ഈ ക്യാം ഫോളോവർ മെക്കാനിസം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. The cam and follower is one of the simplest as well as one of the important mechanism found in modern machinery today. The cams are widely used for operating the inlet and exhaust valves of the internal combustion engine. Already ഞാൻ പറഞ്ഞത് ഇപ്പം automatic attachment of machineries, paper cutting machines, spinning and weaving textile machineries, feed mechanisms of automatic lathe. So ഇവിടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻസിൽ ഇവിടെ ഈ പറയുന്ന ഏരിയയിലെല്ലാം നമുക്ക് ഈ ക്യാമിൻ്റെ ഫോളോവറിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നതാണ്. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിളാണ്, ക്യാം ഫോളോവറിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഇവിടെ ഇതൊരു ആനിമേഷനാണ്. ആ ആനിമേഷൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ഇതിൻ്റെ വർക്കിംഗ് കണ്ടോ, ക്യാമറ റൊട്ടേറ്റ് ചെയ്യും. ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആ ഫോളോവറിനെ ഒരു പർട്ടിക്കുലർ ഏരിയ വരുമ്പോൾ തള്ളും. കണ്ടോ, ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗം വരുമ്പോഴാണ് ഫോളോവർ മുകളിലോട്ട് പോകുന്നത്. ഈ ക്യാമിൻ്റെ ഈ നോർമലായിട്ടുള്ള സർക്കുലർ ഭാഗം വരുമ്പോൾ ഫോളോവർ അതേപടി നിൽക്കുക. ഈ പ്രൊജക്ഷനുള്ള ഭാഗം വരുമ്പോഴാണ് ഫോളോവർ മുകളിലോട്ട് പോകുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ക്യാം ആൻഡ് ഫോളോവർ വർക്ക് ചെയ്യുന്നത്. സോ നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ്. നമ്മൾ ഇനിയിപ്പം അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ് അക്കോർഡിംഗ് ടു ദ സർഫസ് ഇൻ കോണ്ടാക്റ്റ്. ഈ ഫോളോവറിൻ്റെ ക്ലാസിഫിക്കേഷൻ, എത്ര ടൈപ്പ് ഫോളോവർ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിനി അടുത്തതായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫോളോവർ എന്ന് വെച്ചാൽ എന്തുവാ? ഫോളോവർ എന്ന് പറയുവാണെങ്കിൽ ഇത് ക്യാമാണ്. ക്യാമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ മെമ്പറാണ് ഫോളോവർ. സോ ഫോളോവേഴ്സിൻ്റെ എത്ര ടൈപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫോളോവർ എന്ന് പറയുന്നത് നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് വെച്ചാൽ ഈ ഫോളോവറിൻ്റെ ഈ എൻഡ് കണ്ടോ, ഈ എൻഡ് ഇങ്ങനെ കൂർത്തിരിക്കും, നൈഫിൻ്റെ എഡ്ജ് പോലെ ഇരിക്കും. ഇതാണ് ക്യാമ്. സോ ഇങ്ങനെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ഫോളോവറാണ് നൈഫ് എഡ്ജ് ഫോളോവർ. When the contacting end of the follower has a sharp knife edge, it is called a knife edge follower. ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നൈഫ് എഡ്ജ് ഫോളോവർ. The sliding motion take place between the contacting surfaces. ഓക്കെ, സോ ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ ഒരു ആനിമേഷൻ കാണിച്ചു തരാം. അപ്പം ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഈ ഫോളോവർ മുകളിലോട്ട് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. It is seldom used in practice because the small area of the contacting surface results in excessive wear. സോ നമുക്കറിയാം ഇതിങ്ങനെ പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു കോർണർ പോയിൻറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ വിയർ ആൻഡ് ടിയർ കൂടുതൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കുറച്ച് ആപ്ലിക്കേഷൻസിലേ നമുക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻ നൈഫ് എഡ്ജ് ഫോളോവർ എ കൺസിഡറബിൾ സൈഡ് ത്രസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫോളോവർ ആൻഡ് ദ ഗൈഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാമ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ക്യാമിൻ്റെ ആക്സസിൽ കൂടെ ക്യാമ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ക്യാമിൻ്റെ ആക്സസിൽ കൂടെ ആക്സസിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതല്ലേ ക്യാം. ഈ ക്യാമിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കർസർ വെച്ചിരിക്കുന്ന ഭാഗമാണ്. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമിൻ്റെ ആക്സസിൽ കൂടെ ഒരു ത്രസ്റ്റ് ഫോഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ത്രസ്റ്റ് ഫോഴ്സ്, ഒരു ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ആക്സിയൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ആക്സിയൽ ഫോഴ്സ് നമുക്ക് ഈ ഫോളോവറിലും ചെറിയ തോതിലൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഫോളോവറിനെ ഇതാണ് ക്യാം. ഈ ക്യാമിൻ്റെ ആക്സിസിൽ കൂടെ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ ഫോളോവറിലും ആ ഒരു ഫോഴ്സ് ക്യാം എക്സേർട്ട് ചെയ്യും. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമിൻ്റെ ആക്സിസിലുള്ള ഒരു തള്ളൽ ആ ഒരു ഫോളോവറിലോട്ടും വരും. അതിനെയാണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ നൈഫ് എഡ്ജ് ഫോളോവർ യൂസ് ചെയ്യുമ്പം ഒരു ചെറിയ തോതിൽ ഈ ഫോളോവറിന് ഈ ക്യാമിൽ നിന്ന് ഒരു ത്രസ്റ്റ് ഫോഴ്സ് നേരിടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, സോ അടുത്തായിട്ട് ഈ നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെ ഒരു അനിമേഷൻസ് ഞാൻ കാണിച്ചു തരാം. സോ ഈ രീതിയിലാണ് നൈഫ് എഡ്ജ് ഫോളോവർ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇതൊരു കൂർത്ത അറ്റമാണ്. സോ ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രൊജക്ഷനുള്ള ഏരിയ വരുന്നതനുസരിച്ച് ഫോളോവർ മുകളിലോട്ട് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഈസ് ഹൗ a knife edge follower usually works.
സോ അടുത്ത സ്ലൈഡിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ്, അതാണ് അടുത്ത സ്ലൈഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ നൈഫ് എഡ്ജ് ക്യാം വിത്ത് നൈഫ് എഡ്ജ് ഫോളോവർ, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഫോളോവറിൻ്റെ എൻ്റെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള എഡ്ജ് ആയിരിക്കും. സോ ഒരു നൈഫ് എഡ്ജ് ഫോളോവറാണ്. സോ അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോളോവർ മുകളിലോട്ട് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ക്യാം വിത്ത് റോളർ ഫോളോവർ. ഈ നൈഫ് എഡ്ജിന് പകരം ഇവിടെ ഒരു റോളറായിരിക്കും ഉള്ളത്. സോ അങ്ങനത്തെ ക്യാം ഫോളോവർ മെക്കാനിസത്തെ പറയുന്നതാണ് ക്യാം വിത്ത് റോളർ ഫോളോവർ. ക്യാം നോർമലി നമ്മുടെ സാധാരണ ക്യാമാണ്, പക്ഷേ ആ ക്യാം കോണ്ടാക്റ്റ് വരുന്ന ഈ ഫോളോവർ എന്ന് പറയുന്നത് ഇതിനൊരു റോളറുണ്ട്. സോ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റോളർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ റോളർ റൊട്ടേഷൻ മാത്രമല്ല കിട്ടുന്നത്, റോളർ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, കൂടെ ഈ ഫോളോവറിനെ മുകളിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ക്യാം വിത്ത് റോളർ ഫോളോവർ വർക്ക് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ക്യാം വിത്ത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. ഇങ്ങനെ ഫോളോവറിൻ്റെ ഈ ഒരു ഫേസ് ഫ്ലാറ്റ് ആയിരിക്കും, അതാണ് ക്യാം വിത്ത് ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. സോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാം റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ക്യാം ഈ ഫ്ലാറ്റ് സർഫസുമായിട്ടായിരിക്കും കോണ്ടാക്റ്റ് വരുന്നത്. സോ അതിനനുസരിച്ച് ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോളോവർ മുകളിലോട്ട് താഴോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ക്യാം വിത്ത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. ഈ സർഫസ് ഫ്ലാറ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അടുത്തതെന്ന് വെച്ചാൽ സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. ക്യാം വിത്ത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ എന്ന് വെച്ചാൽ ഈ ഫേസ് ഉണ്ടോ, ഇത് സാധാരണ നമ്മുടെ ക്യാം തന്നെ, പക്ഷേ ഈ ഫോളോവർ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ, ഈ ഒരു ഡോം ഷേപ്പിൽ അല്ലെ ഒരു സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും ആ ഒരു ഫോളോവറിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്നത്. അതാണ് ക്യാം വിത്ത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. ഈ ഫേസ് ഒരുമാതിരി സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അടുത്തത് ക്യാം വിത്ത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. അത് അടുത്തത് ക്യാം വിത്ത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവറാണ്. പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കണ്ടോ, ഈ ഫോളോവർ ഇങ്ങനെ ഒരു സ്ലോട്ടിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കണ്ടോ, ഈ ഫോളോവർ ഒരു ഇങ്ങനെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. സോ ഇത് മൂവ് ചെയ്യുമ്പം ഈ ഇതിൻ്റെ ഫോളോവർ മുകളിലോട്ട് താഴോട്ടുമാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റിൽ ഒരുമാതിരി നമ്മൾ ഫിക്സ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഫോളോവർ പ്രത്യേകിച്ച് അങ്ങനെ ഫിക്സിംഗ് ഒന്നും തന്നെ വരുന്നില്ല. ഇതൊരുമാതിരി ഈ ഫോളോവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ ഇങ്ങനെ പിൻ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. സോ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ ഇങ്ങനെ ഒരു ഓസിലേഷൻ മോഷൻ ആയിരിക്കും ഈ ഫോളോവറിന് കിട്ടുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ക്യാം വിത്ത് ഓഫ്സെറ്റ് ഫോളോവർ. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയതിലെല്ലാം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ ക്യാമിൻ്റെ ആക്സിസും ഫോളോവറിൻ്റെ ആക്സിസും ഒരൊറ്റ ലൈനിലായിരുന്നു. ഇവിടെ നോക്കിയാൽ മതി, ഇത് ക്യാമിൻ്റെ ആക്സിസ്, ഇത് ഫോളോവറിൻ്റെ ആക്സിസ്, രണ്ടിൻ്റെ ആക്സിസ് കോയിൻസൈഡ് ചെയ്യുമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ കണ്ടോ, ക്യാമിൻ്റെ ആക്സിസ് ഇത്, ഫോളോവറിൻ്റെ ആക്സിസ് ഇത്, രണ്ട് ആക്സിസും കോയിൻസൈഡ് ചെയ്യുന്നു. ഇവിടെയും രണ്ട് ആക്സിസുകളും കോയിൻസൈഡ് ചെയ്യുന്നു, ഇവിടെയും രണ്ട് ആക്സിസുകളും കോയിൻസൈഡ് ചെയ്യുന്നു, ഇവിടെയും രണ്ട് ആക്സിസുകൾ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ അങ്ങനല്ല. ക്യാമിൻ്റെ സെൻറ്റർ പോയിൻറ്റ്, ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. സോ ഈ ഫോളോവർ എന്ന് പറയുന്നത് ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് മാറിയാണ് ഈ ഫോളോവർ നിൽക്കുന്നത്. ക്യാമിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയാണ് ഈ ഫോളോവറിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫോളോവറിൻ്റെ സെൻട്രൽ ലൈൻ പോകുന്നത്. സോ അങ്ങനത്തെ ഫോളോവറിനെ പറയുന്ന പേരാണ് ക്യാം വിത്ത് ഓഫ്സെറ്റ് ഫോളോവർ. സോ അങ്ങനെയാണ്, അതാണ് മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സോ ഇത് മേജറായിട്ടുള്ള ചില ഫോളോവേഴ്സിൻ്റെ ഒരു ഫിഗറാണ്. സോ ഫസ്റ്റ് ഫിഗർ മാറിപ്പോയി. ഓക്കെ, ഞാൻ ഈ വ്യൂയിങ് പാനലൊന്ന് മാറ്റാം. സോ ഇവിടെ നോക്കിയാൽ മതി, ഇത് നൈഫ് എഡ്ജ് ഫോളോവർ. ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നൈഫ് എഡ്ജ് ക്യാമുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. സോ അതിനനുസരിച്ച് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് എന്ന് വെച്ചാൽ ഇത് റോളർ ഫോളോവർ. ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ക്യാമിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഈ റോളറും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പ്രൊജക്ഷൻ ഭാഗം വരുമ്പം ഈ ഈ ഫോളോവർ മുകളിലോട്ട് ചെറുതായിട്ട് മൂവ് ചെയ്യും. സോ ഇതാണ് റോളർ ഫോളോവർ. ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് അടുത്തത് എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. ഇങ്ങനെ ക്യാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോളോവർ ഒരു ഫ്ലാറ്റ് ഫേസ്ഡ് സർഫസാണ്. സോ ഈ ക്യാം മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫോളോവർ മുകളിലോട്ട്, ക്യാമിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതാണ് 3 ബേസിക് ആയിട്ടുള്ള ഫോളോവേഴ്സിൻ്റെ ഒരു GIF ഇമേജാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഏകദേശമൊക്കെ പിടികിട്ടും.
സോ റോളർ ഫോളോവർ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. വെൻ ദ കോണ്ടാക്റ്റിംഗ് എൻഡ്സ് ഓഫ് ദ ഫോളോവർ ഈസ് എ റോളർ, ഇറ്റ് ഈസ് കോൾഡ് എ റോളർ ഫോളോവർ. സോ വെൻ ദ കോണ്ടാക്റ്റിംഗ് എൻഡ് ഓഫ് ദ ഫോളോവർ ഈസ് എ റോളർ, ഈ ഫോളോവറിൻ്റെ എൻഡിൽ ഒരു റോളർ ആണെങ്കിൽ, ഇതാണ് ഫോളോവർ, ആ ഫോളോവറിൻ്റെ എൻഡിൽ ഒരു റോളർ ആണെങ്കിൽ അങ്ങനത്തെ ഫോളോവറിനെ പറയുന്ന പേരാണ് റോളർ ഫോളോവർ. Since the rolling motion takes place between the contacting surface, therefore the rate of wear is greatly reduced. സോ ഇവിടെ നോക്കിയാൽ മതി, ഈ നൈഫ് എഡ്ജ് ക്യാമിനുള്ള പോലെ ഇവിടെ ഒരു കൂർത്ത എൻഡ് അല്ല ഉള്ളത്. ഇവിടെ റോളർ ആയതുകൊണ്ട് ഈ റോളർ ഈ ക്യാമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വിയർ ആൻഡ് ടിയർ വളരെ കുറവായിരിക്കും. ഇൻ റോളർ ഫോളോവർ ഓൾസോ ദ സൈഡ് ത്രസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫോളോവർ ആൻഡ് ദ ഗൈഡ്. The roller followers are extensively used for where more space is available, such as in stationary, gas and oil engines and aircraft engines. So ഇവർ പറയുന്നത് ഇൻ റോളർ ഫോളോവർ ഓൾസോ ദ സൈഡ് ത്രസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫോളോവർ ആൻഡ് ദ ഗൈഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാമിന് ഒരു സെൻറ്ററുണ്ട്, അല്ലെങ്കിൽ ക്യാമിനൊരു ആക്സിസ് ഉണ്ട്. സോ ക്യാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ക്യാമിൻ്റെ സെൻറ്റർ പോയിൻ്റ് അല്ലെങ്കിൽ ആക്സിസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ കർസർ വെച്ചിരിക്കുന്ന ഈ പോയിൻ്റ്. സോ ഈ പോയിൻറ്റിൽ കൂടെ ഒരു ആക്സിയൽ ഫോഴ്സ് ത്രൂ ദി ആക്സിസിൽ കൂടെ ഒരു ക്യാമിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എലോങ് ദി ആക്സിസ് ക്യാമിലൊരു ഫോഴ്സ്, ഈ ക്യാമിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ക്യാമിൻ്റെ ഈ ഒരു ആക്സിസ് ലൈനിൽ കൂടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റോളറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമിൻ്റെ ആക്സിസിൽ കൂടെ ഒരു ത്രസ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ത്രസ്റ്റ് ഫോഴ്സ് കാരണം ഈ റോളറിലും അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇൻ റോളർ ഫോളോവർ ഓൾസോ ദ സൈഡ് ത്രസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫോളോവർ ആൻഡ് ദ ഗൈഡ്. ഇവിടെ ഒരു ത്രസ്റ്റ് ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിങ്ങിൽ സംഭവിക്കുന്നുണ്ട്. ഈ ക്യാമിൽ വരുന്ന ഒരു ഫോഴ്സ് ശരിക്കും പറഞ്ഞാൽ അത് ആ ഫോളോവറിലോട്ടും കൈമാറുന്നുണ്ട്. ക്യാമിൻ്റെ ആക്സിസിൽ ശരിക്കും ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ത്രസ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് ഇതിൻ്റെ ഈ ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ നടക്കുന്നതുകൊണ്ട് ആ ഒരു ത്രസ്റ്റ് ഫോഴ്സ് ഈ ഒരു റോളറിലും വരുന്നുണ്ട്. ദെൻ റോളർ ഫോളോവേഴ്സ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സ്റ്റേഷനറി, ഗ്യാസ്, ഓയിൽ എൻജിൻസ്, എയർക്രാഫ്റ്റ്, ഇവിടെയൊക്കെയാണ് റോളർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ഫേസ് ഓർ മഷ്റൂം ഫോളോവർ. വെൻ ദ കോണ്ടാക്റ്റിംഗ് എൻഡ്സ് ഓഫ് ദ ഫോളോവർ ഈസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ്, ഇറ്റ് ഈസ് കോൾഡ് എ ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. ഫ്ലാറ്റ് ഫേസ് ഫോളോവർ അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചായിരുന്നു, കണ്ടോ, ഇതൊരു ഫ്ലാറ്റ് ഫേസ് ഫോളോവറാണ്, ഇതും ഒരു ഫ്ലാറ്റ് ഫേസ് ഫോളോവറാണ്. സോ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റിംഗ് എൻഡ് ഓഫ് ദ ഫോളോവർ ഈസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഫോളോവറിൻ്റെ ആ ഒരു എൻഡ് നല്ല ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. It may be noted that the side thrust between the follower and the guide is much reduced in case of flat faced follower. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് ഫേസ് ഫോളോവർ ആണെങ്കിൽ അതിൽ ഈ റോളർ ഫോളോവറിനൊക്കെ ഒരു സൈഡ് ത്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിൻ്റെ കേസ് വരുമ്പോൾ സൈഡ് ത്രസ്റ്റ് തീരെ കുറവായിരിക്കും. സൈഡ് ത്രസ്റ്റ് അധികം തന്നെ അവിടെ ആക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ സൈഡ് ത്രസ്റ്റ് പൊതുവേ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ക്യാമിൻ്റെ ആ ഒരു റൊട്ടേഷൻ മൂലം ഈ ഫോളോവറിൽ വരുന്ന ഒരു ഫോഴ്സിനെയാണ് സൈഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ റോളർ ഫോളോവറിലൊക്കെ സൈഡ് ത്രസ്റ്റ് കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ റോളർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റോളർ ഫോളോവറിൻ്റെ റോളർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമിൽ വരുന്ന ഒരു ഫോഴ്സ്, ഒരു ആക്സിയൽ ഫോഴ്സ് ഈ ഫോളോവറിലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്ലാറ്റ് ഫേസ് ആയതുകൊണ്ട് ഈ ക്യാം ഫോളോവറും ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഫോളോവറിന് ആ ഒരു ടു ആൻഡ് ഫ്രോ ഓസിലേഷൻ മോഷൻ മാത്രമേ ഉള്ളൂ. ഈ ക്യാം ഇതിൽ തട്ടുമ്പോൾ ഫോളോവർ മുകളിലോട്ട് മൂവ് ചെയ്യും, ക്യാം റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഫോളോവർ താഴോട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എപ്പോഴും തന്നെ ഈ റോളർ ഫോളോവറിനകത്ത് റോൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് വരുന്നില്ല. ക്യാം തട്ടുമ്പം ഫോളോവർ മുകളിലോട്ട് പോകും, ക്യാം പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ക്യാമിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഫോളോവർ താഴോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സൈഡ് ത്രസ്റ്റ് എന്നുള്ളൊരു ഫോഴ്സ് വളരെ കുറവാണ്. സോ അതാണ് പറഞ്ഞത്, ഓൺലി സൈഡ് ത്രസ്റ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ കോണ്ടാക്ട് സർഫസ് ഓഫ് ദ ക്യാം ആൻഡ് ദ ഫോളോവർ. ആകെ ഇവിടെ ഒരു ക്യാം ഫോളോവറും തമ്മിലൊരു ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമായിരിക്കും. ക്യാം ഇതിൽ വന്ന് തട്ടുമ്പോൾ, ഫോളോവറിൽ വന്ന് തട്ടുമ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷൻ വരുന്നുണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമേ ഈ ക്യാമും ഫോളോവറുമായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്നുള്ളൂ. മറ്റൊരു ഫോഴ്സുകളും ക്യാമും ഫോളോവറും തമ്മിൽ വരുന്നില്ല. അപ്പോൾ അതാണ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ.
The relative motions between these surfaces is largely of sliding nature, but wear may be reduced by offsetting the axis of the follower as shown in figure. So that when the cam rotates, the follower also rotates about its own axis. The flat face followers are generally used when the space is limited, such as in cams which operate the valves of the automobile. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ഓട്ടോമൊബൈലിലെ വാൽവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടത്തുന്ന സമയത്ത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കണ്ടോ, ഇതൊരു ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറാണ്. അപ്പോൾ വാൽവ് ഓപ്പണിങ് ക്ലോസിങ് മെക്കാനിസം യൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ ഈ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. വെൻ ദ കോണ്ടാക്റ്റിംഗ് ends of the follower is of spherical shape, it is called a spherical faced follower. ഉദാഹരണം പറഞ്ഞാൽ ഇത് ഒരു സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവറാണ്. ഈ ഒരു സർഫസ് കണ്ടോ, ഇതൊരു സ്പെറിക്കൽ ഷേപ്പാണ്. ഇത് ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ ഇത് സ്പെറിക്കൽ ഷേപ്പിലായിരിക്കുന്നത്. അങ്ങനത്തെ ഫോളോവറിനെ പറയുന്ന പേരാണ് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ. സോ when the contacting ends of the follower is of spherical shape, it is called a spherical faced follower. It may be noted that when a flat faced follower is used in automobile, high surface stresses are produced. In order to minimize these stresses, the flat ends of the follower is machined to a spherical shape. അപ്പോൾ നിങ്ങൾ നോർത്താൽ മതി, ഇങ്ങനെ ഫ്ലാറ്റ് ഫേസ്ഡ് ആണെങ്കിൽ അവിടെ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് നോർമലി ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈ സർഫസ് സ്ട്രെസ്സസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇതിൽ തന്നെ കാണുമ്പോൾ നോക്കിയാൽ മതി, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർഫസിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സായിരിക്കും എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത്. കാര്യം ഈ ക്യാം എപ്പോഴും കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാം നമ്മൾക്ക് വിചാരിക്കുന്ന സ്പീഡിലല്ല, ക്യാം നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ തന്നെ ഇഷ്ടം പോലെ പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കണ്ടിന്യൂസ് വർക്കിംഗ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈ സ്ട്രെസ്സായിരിക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നോർമലി ഓട്ടോമൊബൈൽസിലൊക്കെ ഈ ഒരു സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവറാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്പെറിക്കൽ ഷേപ്പ് വരുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഫേസ് ആവാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് സ്പെറിക്കൽ ഫേസ്ഡ് ഫോളോവർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോളോവേഴ്സ് അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് ദ ഫോളോവർ. ഇപ്പം നമ്മൾ ഫോളോവറിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻ കണ്ടു. അതെങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ആ ഫോളോവറിൻ്റെ എൻഡ് അനുസരിച്ചാണ് നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്തത്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഫോളോവർ എൻഡ് ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ എന്ന് പറഞ്ഞു. ഫോളോവറിൻ്റെ ഒരു എൻഡിൽ ഒരു റോളർ ഉണ്ടെങ്കിൽ റോളർ ഫോളോവർ എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഫോളോവറിൻ്റെ എൻഡിൽ എന്തുവാ നൈഫ് എഡ്ജ് ആണെങ്കിൽ കൂർത്തായിരിക്കുന്നതെങ്കിൽ നമ്മൾ നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞു. അതൊരു ക്ലാസിഫിക്കേഷനാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് ദ ഫോളോവർ. ഫോളോവറിൻ്റെ മോഷൻ അനുസരിച്ച്, ഫോളോവറിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെസിപ്രൊക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ എന്ന് വെച്ചാൽ വെൻ ദ ഫോളോവർ റെസിപ്രൊക്കേറ്റ്സ് ഇൻ ദ ഗൈഡ്സ് ആസ് ദ ക്യാം റൊട്ടേറ്റ്സ് യൂണിഫോംലി, ഇറ്റ് ഈസ് നോൺ ആസ് റെസിപ്രൊക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ. The followers as shown in figure 20.1 A to D are all reciprocating or translating follower. 20.1 A to D. A to D എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുണ്ട്. ഇവിടെയൊക്കെയുള്ള പ്രത്യേകത എന്താ? ഫോളോവർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ ഇങ്ങനെ റെസിപ്രൊക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. കണ്ടോ, ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫോളോവർ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു, ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫോളോവർ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു, ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫോളോവർ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു, ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫോളോവർ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്യാമിന് ഒരു റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ഉള്ള ഒരു ക്യാമിന് റെസിപ്രൊക്കേറ്റിംഗ് മോഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് reciprocating or translating follower. When the follower reciprocates in the guides as the cam rotates, follower ഇങ്ങനെ ക്യാമിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഫോളോവർ റെസിപ്രൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് റെസിപ്രൊക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ. അപ്പോൾ നമ്മൾ ആ ഫിഗറിനകത്ത് കണ്ട അത്ര എണ്ണം റെസിപ്രൊക്കേറ്റിംഗ് ഫോളോവറാണ്. അടുത്ത ഒരു ഫോളോവർ എന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഫോളോവർ എന്നാണ് അടുത്തതിനെ പറയുന്നത്. എന്ന് വെച്ചാൽ when the uniform motion of the cam is converted into predetermined oscillatory motion of the follower, it is called oscillating or rotating follower. The follower as shown in figure E is an oscillating or rotating follower. ഈ നമ്മുടെ ഫിഗറിനകത്ത് ഈ നോക്കുക, ഈ എന്ന് പറഞ്ഞ ഇതാണ്, കണ്ടല്ലോ. സോ ഇതെന്താ സംഭവിക്കുന്നത്? ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോളോവർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോളോവറിൻ്റെ ഈ എൻഡ് ഫിക്സഡാണ്.
സോ ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോവർ ഇങ്ങനെ ഒരു ഓസിലേഷൻ മോഷനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോളോവറിനുള്ളത്. സോ അതാണ് അടുത്ത ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നത്, ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഫോളോവർ. വെൻ ദ യൂണിഫോം റോട്ടറി മോഷൻ ഓഫ് ദ ക്യാം ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രീ ഡിറ്റർമിൻഡ് ഓസിലേറ്ററി മോഷൻ ഓഫ് ദ ഫോളോവർ. ക്യാം റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഒരു ഫോളോവറിൽ കിട്ടുന്ന മോഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഓസിലേഷൻ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഫോളോവറിനെ പറയുന്ന പേരാണ് ഓസിലേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഫോളോവർ. സോ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് ദ പാത്ത് ഓഫ് ദ ഫോളോവർ എന്ന് വെച്ചാൽ ഇത് വേറൊരു ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസിഫൈ ചെയ്ത് എങ്ങനെ അക്കോർഡിംഗ് ടു ദ മോഷൻ ഓഫ് ദ ഫോളോവർ, ഫോളോവറിൻ്റെ മോഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് റെസിപ്രൊക്കേറ്റിംഗ് ഓർ ട്രാൻസ്ലേറ്റിംഗ് ഫോളോവർ. അത് പോരാതെ ഓസിലേറ്റിംഗ് ഓർ റോളർ ഫോളോവർ. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ മോഷൻ ഓഫ് ദ ഫോളോവർ. ഫോളോവറിൻ്റെ മോഷൻ അനുസരിച്ച് നമുക്ക് ഈ രണ്ട് രീതിയിൽ ഇതിനെ ക്യാം ഫോളോവറിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ പാത്ത് ഓഫ് മോഷൻ ഓഫ് ദ ഫോളോവർ. ഫോളോവറിൻ്റെ മോഷനോ അല്ലെങ്കിൽ ഫോളോവർ മൂവ് ചെയ്യുന്ന പാത്ത് അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയൽ ഫോളോവർ. റേഡിയൽ ഫോളോവർ എന്ന് വെച്ചാൽ when the motion of the follower is along the axis passing through the center of the cam, it is called a radial follower. The followers are shown in 20.1a2e are all radial followers. നമ്മുടെ ഫിഗർ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ ആക്സിസും കണ്ടോ ഒരേ ആക്സിസാണ് വരുന്നത്. ഈ ഫോളോവറിൻ്റെ ആക്സിസും ക്യാമിൻ്റെ ആക്സിസും ഒരേ ലൈനിലാണ് വരുന്നത്. ഈ ഫോളോവറിൻ്റെ ആക്സിസും ക്യാമിൻ്റെ ആക്സിസും ഒരേ ലൈനിലാണ്. ഫോളോവറിൻ്റെ ആക്സിസ് ഇത്, ക്യാമിൻ്റെ ആക്സിസ് ഇത്, രണ്ടും ഒരേ ലൈനില്ല. ഫോളോവറിൻ്റെ ആക്സിസ് ഇത്, ക്യാമിൻ്റെ ആക്സിസ് ഇത്, രണ്ടും ഒരേ ലൈനില്ല അല്ലേ. സോ ഇവിടെ പറയുന്നത് when the motion of the follower is along an axis passing through the center of the cam, it is called a radial follower. സോ നമ്മളിപ്പോൾ കണ്ട ആ ക്യാം ഫോളോവേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞാൽ അതിനെ റേഡിയൽ ഫോളോവർ എന്നാണ് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ക്യാമിൻ്റെ ആക്സസുമായിട്ട് അത് അലൈൻമെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം നമ്മൾ റേഡിയൽ ഫോളോവേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഓഫ്സെറ്റ് ഫോളോവർ. ഓഫ്സെറ്റ് ഫോളോവർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഈ ഫോളോവറിൻ്റെ ആക്സസ് ഇതാണ്, ഈ ക്യാമിൻ്റെ ആക്സസ് മാറിയാണ് നിൽക്കുന്നത്. കണ്ടോ, ക്യാമിൻ്റെ ഒരു ആക്സസ് എന്ന് വെച്ചാൽ നമ്മുടെ വെർട്ടിക്കൽ ആക്സസ് ഇങ്ങനെ പോകും, ഹൊറിസോണ്ടൽ ആക്സസ് ഇങ്ങനെ പോകും. ഫോളോവറിൻ്റെ വെർട്ടിക്കൽ ആക്സസ് ഇങ്ങനെ കടന്നു പോകുന്നത്. സോ രണ്ട് ആക്സസുകൾ തമ്മിലൊരു സർട്ടൺ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഈ ക്യാമിൻ്റെ ആക്സസ് ഫോളോവറിൻ്റെ ആക്സസും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഓഫ്സെറ്റ് ഫോളോവർ. ഓക്കെ, സോ ഇങ്ങനെയാണ് ജനറലായിട്ട് നമ്മൾ ഫോളോവേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ മേജറായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസൊക്കെ കണ്ടു. അപ്പോൾ ഇതെല്ലാം പഠിക്കണം, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാം. ക്യാമിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയൽ ഓർ ഡിസ്ക് ക്യാം. ഇൻ റേഡിയൽ ക്യാം ദ ഫോളോവർ റെസിപ്രോക്കേറ്റ്സ് ഓർ ഓസിലേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്യാം ആക്സിസ്. ദ ക്യാംസ് ഷോൺ ഇൻ ഫിഗർ 20 ആർ ഓൾ റേഡിയൽ ക്യാം. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് റേഡിയൽ ക്യാം എന്ന് വെച്ചാൽ ദ ഫോളോവർ റെസിപ്രോക്കേറ്റ്സ് ഓർ ഓസിലേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്യാം ആക്സിസ്. ഈ ക്യാം ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോളോവറിൻ്റെ മോഷൻ. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് റേഡിയൽ ക്യാം. ഇവിടെ നോക്കിയാൽ മതി, ഇത് കണ്ടോ, ഈ ഫിഗറിലുള്ളതെല്ലാം റേഡിയൽ ക്യാമാണ്. ഇവിടെ നോക്കിക്കേ, ക്യാമിൻ്റെ ആക്സിസ് ഇതാ, ഫോളോവർ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക. ക്യാമിൻ്റെ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോളോവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ക്യാമിൻ്റെ ആക്സിസ് ഇതാണ് അല്ലേ. സോ ക്യാമിൻ്റെ ആക്സിസ് ഇങ്ങനെ ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോളോവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ക്യാമിനെ പറയുന്ന പേരാണ് റേഡിയൽ ക്യാം. ഓക്കെ, സോ അതാണ് റേഡിയൽ ക്യാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോളോവർ റെസിപ്രോക്കേറ്റ്സ് ഓർ ഓസിലേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ക്യാം ആക്സിസ്. ക്യാം ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ഒരു ഫോളോവർ ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന ഫിഗർ, ഈ ഫിഗറിലുള്ള എല്ലാം റേഡിയൽ ക്യാമാണ്. ഈ ഫിഗറിൽ കാണുന്ന എല്ലാ റേഡിയൽ ക്യാമാണ്. ഈ ക്യാമിൻ്റെ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഫോളോവർ മൂവ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ സിലിണ്ട്രിക്കൽ ക്യാം. ഈ സിലിണ്ട്രിക്കൽ ക്യാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ സിലിണ്ട്രിക്കൽ ക്യാം ദ ഫോളോവർ റെസിപ്രോക്കേറ്റ്സ് ഓർ ഓസിലേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ക്യാം ആക്സിസ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഫോളോവർ റെസിപ്രോക്കേറ്റ്സ് ഓർ ഓസിലേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ക്യാം ആക്സിസ്. ക്യാം ആക്സിസിനോട് പാരലായിട്ടാണ് ഈ ഫോളോവറിൻ്റെ മോഷൻ വരുന്നത്. ഉദാഹരണത്തിന് ഇതൊരു എക്സാമ്പിളാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ക്യാം.
ക്യാം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്യാം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതാണ് ഫോളോവർ. കണ്ടോ, ഈ ഫോളോവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ലോട്ടിൽ കൂടെ മൂവ് ചെയ്യുക. സോ ഈ സ്ലോട്ടിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഫോളോവർ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഈ ഫിഗർ നോക്കിക്കേ, ഇതാണ് ക്യാമിൻ്റെ ആക്സിസ്. ഫോളോവർ മൂവ് ചെയ്യുന്ന ആക്സിസ് ഏതാ? ഫോളോവർ കണ്ടോ ഈ ഒരു ആക്സിസിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്, ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഫോളോവർ ഈ സ്ലോട്ടിലാണ് നിൽക്കുന്നത്. ഈ ക്യാമ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഈ സ്ലോട്ട് മാറുന്നതിനനുസരിച്ച് ഫോളോവറും ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ക്യാമിൻ്റെ ആക്സിസും ഫോളോവർ മൂവ് ചെയ്യുന്ന ആക്സിസും സെയിം ആക്സിസ് ആണ് അല്ലേ. സോ അതാണ് സിലിണ്ടറിക്കൽ ക്യാം. The follower reciprocates or oscillates in a direction parallel to the cam axis. ഈ ഫോളോവർ കണ്ടോ, ഫോളോവർ മൂവ് ചെയ്യുന്നുണ്ടോ, ക്യാം ആക്സിസിനോട് പാരലൽ ആയിട്ടാണ് ഈ ഫോളോവറിൻ്റെ മോഷൻ നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനത്തെ ക്യാമിനെ പറയുന്ന പേരാണ് സിലിണ്ടറിക്കൽ ക്യാം. സോ ദീസ് ആർ ദ ബേസിക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്യാം ആസ് വെൽ ആസ് ഫോളോവേഴ്സ്. സോ ഇതാണ് ക്യാം ഫോളോവർ എന്നതിനെക്കുറിച്ച് ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.